പല നിറത്തിലുള്ള ചായ പെൻസിലുകൾ. ആളും അനക്കവുമില്ലാത്ത വീട്ടിൽ ചടഞ്ഞുകിടന്ന് അവർക്ക് മടുത്തു. ചങ്ങാതിമാരെ, നമുക്കൊരു ചിത്രം വരച്ചാലോ എന്ന് നീല ചായ പെൻസിൽ ചോദിച്ചു. പടം വരയ്ക്കാൻ കടലാസ് വേണ്ടേ എന്ന് പച്ച ചായ പെൻസിൽ ചോദിച്ചു. വെളുത്ത തറയുള്ളപ്പോൾ കടലാസ് എന്തിന് എന്ന് മഞ്ഞ ചായ പെൻസിൽ ചോദിച്ചു. നമുക്ക് വരച്ചു തുടങ്ങിയാലോ, നീല ചായ പെൻസിൽ പറഞ്ഞു. ഞങ്ങൾ എപ്പോഴേ വരയ്ക്കാൻ തയ്യാറാണല്ലോ ചങ്ങാതി, ചായ പെൻസിലുകൾ പറഞ്ഞു. തവിട്ട് നിറത്തിലുള്ള പെൻസിൽ വട്ടത്തിൽ ഓടി വന്നപ്പോൾ തറയിൽ ഭംഗിയുള്ള ഒരു വട്ടം. കൺപീലിയും തലമുടിയും കറുപ്പു ചായ പെൻസിൽ കറുപ്പിച്ചു. നീല ചായ പെൻസിൽ വരച്ചു. നീല നിറത്തിലുള്ള കണ്ണിന്റെ കൃഷ്ണമണികൾ. പച്ച നിറ പെൻസിൽ നല്ല ഭംഗിയുള്ള ഒരു പച്ച പാവാട ധരിപ്പിച്ചു ആ ചിത്രത്തിന്. ഇത്തിരി വട്ടത്തിലുള്ള പൊട്ടും പൂവിന്റെ കുപ്പായവും ചുവന്ന ചായ പെൻസിൽ നൽകി. ഓറഞ്ച് നിറ പെൻസിൽ നല്ല ഭംഗിയുള്ള ഒരു ഷാൾ പെൺകുട്ടിയെ പുതപ്പിച്ചു കൊടുത്തു. രണ്ടായി പിന്നിയ മുടിയിൽ വയലറ്റ് ചായ പെൻസിൽ റിബൺ കെട്ടിക്കൊടുത്തു. ആ ചിത്രത്തെ മനോഹരമാക്കി മാറ്റി. കണ്ണും മൂക്കും കൈകാലുകളും തവിട്ടുചായ പെൻസിൽ ഭംഗിയായി വരച്ചു കൊടുത്തു. പെൺകുട്ടിയെ വരച്ചു തീർന്നതും ചായ പെൻസിലുകൾ ഇത്തിരി പൊക്കക്കാരായി. ഇപ്പോൾ ആരും നോക്കി പോകുന്ന സുന്ദരി കുട്ടി തന്നെ. ആ ചിത്രത്തിൽ നിന്ന് ആ പെൺകുട്ടി ജീവനോടെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഹേ, നിനക്ക് ജീവൻ വെച്ചോ? കളർ പെൻസിലുകൾ അതിശയത്തോടെ നോക്കി. നിങ്ങളല്ലേ എൻ്റെ സൃഷ്ടാക്കൾ, അവൾ മുത്തു ചിതറിയ പോലെ ചിരിച്ചു. സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യേ. ചായ പെൻസിലുകൾ അവൾക്കു ചുറ്റും വട്ടമിട്ടു. കളർ പെൻസിലുകളും കളർക്കുട്ടിയും പാട്ടുപാടി നൃത്തം ചെയ്തു. ഞാനൊരു ചായക്കുട്ടി, അഴകിയ ചായക്കുട്ടി. കളർ പെൻസിലുകൾ മാറി മാറി അവൾക്ക് വരച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. പുതിയ ഉടുപ്പ്, പുതിയ റിബണുകൾ, പുതിയ ഷാളുകൾ, പുതിയ പൊട്ട്, പുതിയ മാല, കമ്മൽ. വരച്ചു നിറം കൊടുത്ത് കളർ പെൻസിലുകൾ ചെറുതായിക്കൊണ്ടേയിരുന്നു. കളർ പെൻസിലുകൾ അത് ശ്രദ്ധിക്കുകയോ അതാലോചിച്ച് വിഷമിക്കുകയോ ചെയ്തില്ല. അവർ ചായക്കുട്ടിക്ക് ചുറ്റും നിന്ന് പാട്ടുപാടി നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു.